നമ്മൾ അനാഥരാണിട്ടോ, പക്ഷേ ഗുണ്ടകളല്ല. എന്തിനോടോ കൊന്നിട്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇദ്ദേഹം ഉണ്ട് ഈ പടത്തിൽ, മാധവ് സുരേഷ്. നീയാണോ? അതെ, ഞാനാണ്. പോകുമ്പോ ഒരു ക്യാരക്ടർ മാത്രം ഉണ്ട് മുഴച്ചു നിൽക്കണം. ആരുദ്ദേശിച്ച അയാൾ അങ്ങനെ പറഞ്ഞേ? എന്തായാലും ഞങ്ങളെ രണ്ടുപേരും ഉദ്ദേശിച്ചല്ല. ഗുണ്ടകളല്ല, ഈ ഗുണ്ടേനെ കൊണ്ട് ചിരിച്ച് 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 ഇത് കഴിച്ചിട്ട് തിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. ഒരു ഇത് ഇന്റർവ്യൂവിലും മറ്റേ ആൾക്ക് പറയുന്ന പോലത്തെ എന്തിനോട്ടോ കൊന്നിട്ട്. എന്തിനാടാ കൊന്നിട്ട്? ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ വളരാൻ. സത്യം ജയിക്കുന്ന സ്ഥലമല്ലേ കോടതി. മാധവ് സുരേഷിന്റെ ഡയലോഗ് ഡെലിവറിയാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. മാധവന്റെ ഡയലോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്, ഈ അശരീരി പോലെ. ഫ്രെയിമിൽ കാണുന്ന എന്നെ നാണം കെടുത്താനായിട്ട് വേറെ തിരിച്ചിരിക്കുകയാണ്. ഈ പരിപാടി വെച്ചിട്ടുള്ള ഡയലോഗ് ഡെലിവറി, മസിൽ പിടുത്തവും ചാട്ടവും എന്താ പുള്ളി കാണിക്കുന്നേ? ഇയാൾക്ക് എന്താണ് വയ്യേ? അത്രല്ല, ഇയാളെ നേരെ ക്യാമറ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കും. ഇങ്ങനെ നിൽക്കുന്ന ആൾ ഇയാളെ നേരെ ക്യാമറ വരുമ്പോ കണ്ണൊന്നും വലുതാവും, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പുരുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഗുണ്ടകളല്ല. ഫസ്റ്റ് ഹാഫിന് ചെങ്ങായി നമുക്ക് തന്നു എന്ത്, അതിലെനിക്ക് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന്? ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനാ. സത്യം ജയിക്കുന്ന സ്ഥലമല്ലേ കോടതി. എന്തിനോട്ടോ കൊന്നിട്ട്. കൊല്ലെ ഇതിലും ഭേദം മരിക്കുന്ന